അപ്പോൾ തന്നെ ഡാനിയൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇത് കണ്ട് പേടിച്ച് ലേസിയും വീടിനകത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് താൻ കിച്ചണിൽ വന്നത് എന്നറിയാതെ അവിടെ നിൽക്കുകയായിരുന്നു ഡാനിയൽ. അങ്ങനെ സ്വബോധത്തിലേക്ക് എത്തുന്ന ഡാനിയൽ ലേസിയുടെ കൂടെ CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. അതിൽ ഡാനിയൽ ബോധമില്ലാതെ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് അവർക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. ഇത്രയും നാൾ സംഭവിച്ച കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഡാനിയലിന് ഇപ്പോൾ വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ലേസി ജോലിക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ അയാളോട് തുറന്നു പറയുന്നു. ലേസിക്ക് സ്വബോധമില്ലാതെ നഷ്ടപ്പെട്ടത് ഏകദേശം 6 മണിക്കൂറാണ്. മാത്രമല്ല അവൾക്കിതിനിടയിൽ സംഭവിച്ച മുറിവും അവൾ ഡാനിയലിനെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നെറ്റിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളുടെ പ്രിന്റും എല്ലാം വെച്ച് ഓരോന്നിലും പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ചിലർ പറയുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ എന്തോ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ് പക്ഷികൾ ദിശ തെറ്റി വരുന്നത് എന്നാണ്. ഗവൺമെന്റിന് ഇതിലെന്തോ കൈയുണ്ടെന്നും സംശയമാണ്. അതായത് അവർ അതീവ രഹസ്യമായ എന്തോ ആയുധ സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയാണത്രേ. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇത് ഈ ഗ്രഹത്തിൽ നിന്നുള്ളതല്ല എന്നാണ്. അതിനർത്ഥം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഏലിയൻസ് ആണെന്നാണ് ലേസി പറഞ്ഞു വരുന്നത്. അത് തികച്ചും മണ്ടത്തരമായ കണ്ടെത്തലാണെന്ന് ഡാനിയൽ അവളെ കളിയാക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ നെറ്റിലൂടെ തന്നെത്താൻ രോഗം അന്വേഷിക്കാത്തതെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. കാരണം നമ്മൾ നെറ്റിലൂടെ ഏതെങ്കിലും രോഗാവസ്ഥ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസർ ആണെന്നും പെട്ടെന്ന് മരിക്കുമെന്നും സെർച്ച് റിസൾട്ട് വരുന്നത് നമ്മളിൽ പലരും കാണുന്നതാണല്ലോ. പലപ്പോഴും അത് കളിയാക്കി പറയാറുമുണ്ട്. ഇതൊന്നും ലേസിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൾ ഭയങ്കര സീരിയസ് ആയിരുന്നു. വെറുതെ നെറ്റിൽ കണ്ട കാര്യമല്ല അവൾ പറയുന്നത്, മറിച്ച് ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം പല റിസർച്ചുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ലേസിയും കുടുംബവും അനുഭവിച്ചു കൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ അനുഭവിച്ചതായി പല ആളുകളും കുടുംബവും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ലേസി ഒരു 5 വയസ്സുകാരൻ വരച്ച ഏലിയൻസുമായി നിൽക്കുന്നത് പോലുള്ള ഒരു ചിത്രം കാണിക്കുന്നു. അത് 2007 ചെസാപിക്കി ബേയിൽ അവനെ കാണാതാകുന്നതിന് മുമ്പ് വരച്ച ചിത്രമായിരുന്നു. ആ കുട്ടിയെ കാണാതായപ്പോൾ അവന്റെ കുടുംബം ഉന്നയിച്ചത് അവനെ ഏലിയൻസ് തട്ടിയെടുത്തു എന്നായിരുന്നു. അന്ന് അവരുടെ വീട്ടിലും ആഴ്ചകളായി ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. മാത്രമല്ല നമ്മുടെ സാമും കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ചിത്രം വരച്ചിരുന്നല്ലോ. അതവൾ ഡാനിയലിനെ കാണിക്കുന്നു. ഈ ചിത്രം വളരെ യാദൃശ്ചികമായി വരച്ചതാണെന്ന് വിശ്വസിക്കാൻ ലേസി എന്ന അമ്മയ്ക്ക് സാധിക്കുന്നില്ല. അവൾക്ക് സ്വന്തം മകനെ നഷ്ടപ്പെടുമോ എന്ന നല്ല ഭയമുണ്ട്. എന്നാൽ ഡാനിയൽ അപ്പോഴും പറയുന്നത് ചിലപ്പോൾ സാം ഈ ചിത്രം നെറ്റിൽ കണ്ടിട്ട് അതുപോലെ വരച്ചതായിരിക്കും എന്നാണ്. അത് കേൾക്കുന്ന ലേസിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. എന്തായാലും ഇതിനെക്കുറിച്ചെല്ലാം ധാരണയുള്ള ഒരാൾ ഇപ്പോൾ ഈ സിറ്റിയിലുണ്ടെന്നും ഉടനെ അയാളെ പോയി കാണണമെന്നും ലേസി പറയുമ്പോൾ അതിനെ തുടർന്ന് അവർക്കിടയിൽ വലിയൊരു തർക്കവും വഴക്കും ഉണ്ടാകുകയാണ്. ഇത്രയുമായിട്ടും ലേസിയുടെ തീരുമാനത്തിന് സമ്മതം കൊടുക്കാൻ ഡാനിയൽ തയ്യാറാവുന്നതേയില്ല. അതിനുശേഷം നമ്മൾ സാമിനെ കാണുമ്പോൾ അവൻ ലേസിയുടെ ഫ്രണ്ടായ കുര്യന്റെയും ഷെല്ലിയുടെയും കൂടെ സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുകയാണ്. വെള്ളത്തിൽ ചാടുമ്പോൾ ഡ്രസ് ഒന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷെല്ലി സാമിന്റെ ബനിയൻ ഊരാൻ ശ്രമിക്കുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നില്ല. അതിനിടയിൽ അവന്റെ ശരീരത്തിലെ ചില പാടുകൾ കണ്ട് ഷെല്ലി ഞെട്ടുന്നു. അത് ശ്രദ്ധിക്കുന്ന കാരൻ സാമിന്റെ ബനിയൻ പൊക്കി നോക്കുമ്പോൾ അവന്റെ ശരീരത്തിലെല്ലാം നിറയെ എന്തോ പാടുകൾ കാണാം. അവരെല്ലാം അത് കണ്ട് ഷോക്കാവുമ്പോൾ ആരാണ് നിന്നോടിങ്ങനെ ചെയ്തതെന്ന് കാരൻ സാമിനോട് ചോദിക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് ജെസിയെയും അവന്റെ ഫ്രണ്ടായ റാറ്റ്നറെയുമാണ്. അവർ രണ്ടുപേരും ഒരു കാട് പോലുള്ള സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. റാറ്റ്നറിന്റെ കയ്യിലൊരു കളിത്തോക്കുമുണ്ട്. അവരിങ്ങനെ നടക്കുമ്പോൾ റാറ്റ്നറിന്റെ സ്വഭാവം വെച്ച് അവന്റെ സംസാര വിഷയം ഗേൾസും കൂടെ അവന്റെ ഉഡായിപ്പ് തള്ളുകളുമായിരുന്നു. അതിനിടയിൽ ഒരു തമാശ പോലെ റാറ്റ്നർ ആ കളിത്തോക്ക് വെച്ച് ജെസിയെ ഷൂട്ട് ചെയ്യുമ്പോൾ ജെസി അവിടെ നിന്ന് ഓടുന്നു. ഓടി ഓടി ഒരു ഭാഗത്തെത്തുമ്പോൾ പെട്ടെന്ന് അവന്റെ ചെവിയിൽ ഒരു വലിയ മൂളൽ ശബ്ദം കേൾക്കുകയാണ്. അവൻ ചെവി പൊത്തിപ്പിടിച്ച് അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് റാറ്റ്നർ വന്ന് വെടിവെക്കുന്നത്. ആ ശബ്ദം കേൾക്കുന്ന ജെസി എന്തോ സംഭവിച്ചതുപോലെ മുകളിലേക്ക് നോക്കി വായും തുറന്ന് ആരോ നിയന്ത്രിക്കുന്ന വിധം നിൽക്കുന്നു. ആദ്യം വെറുതെ അഭിനയിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് റാറ്റ്നർ കളിയാക്കുന്നുണ്ടെങ്കിലും വായും തുറന്ന് മേലോട്ട് അതിഭീകരമാം വിധം നിൽക്കുന്ന ജെസിയെ കണ്ട് അവന് പേടിയാവുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്ന ജെസിയെ പരിശോധിച്ച ഡോക്ടർ ലേസിയോടും ഡാനിയലോടും പറയുന്നത് ജെസിക്ക് ഇങ്ങനെ സംഭവിക്കാൻ തക്ക കാരണങ്ങളൊന്നും ശാരീരികമായി കാണുന്നില്ല. അതുമാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ഇമോഷണൽ ട്രോമ കാരണമായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ പരിശോധനയ്ക്കിടയിൽ ജെസിയുടെ ശരീരത്തിൽ അസാധാരണമായ ചില പാടുകൾ കണ്ടിരുന്നു എന്ന് ഡോക്ടർ പറയുന്നു. അത് ചെറിയ ജാമിതീയ രൂപങ്ങൾ പോലെയാണ് ഉണ്ടായിരുന്നത്. അതായത് ചതുരങ്ങൾ, വൃത്തങ്ങൾ അങ്ങനെയുള്ളവ.
എന്നാൽ പ്രധാന വിഷയം അതൊരു ചാപ്പയായിട്ട് ശരീരത്തിൽ അടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ലെയ്സിക്ക് വളരെയധികം സങ്കടം വരുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നത് ഇതൊന്നും ജെസ്സിക്ക് സ്വയം ചെയ്യാൻ സാധിക്കില്ല, മാത്രമല്ല ഇതെല്ലാം എങ്ങനെ വന്നുവെന്നും അവൻ അറിയില്ല. അതിനാൽ അവന്റെ പ്രായം കണക്കിലെടുത്ത് തുടരന്വേഷണങ്ങൾക്കായി ഈ വിവരമെല്ലാം ബാലസംരക്ഷണ വകുപ്പിന് കൊടുക്കുകയാണ്. സ്വാഭാവികമായും ആദ്യം തന്നെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് മാതാപിതാക്കളായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോഴും ലെയ്സിയുടെ ആവലാതി ജെസ്സിയുടെ അവസ്ഥ ആലോചിച്ചായിരുന്നു. അവസാനമായി ഡോക്ടർ സംസാരിക്കുന്നത് ജെസ്സിക്ക് ഇങ്ങനെ സംഭവിച്ച സമയത്ത് കൂടെ ഉണ്ടായിരുന്ന റാഗ്നറെ കുറിച്ചായിരുന്നു. അല്ലെങ്കിൽ ഡാനിയലിന് റാഗ്നറിനെ ഇഷ്ടമല്ല. അവൻ ജെസ്സിയേക്കാൾ മൂത്തതായതുകൊണ്ടും അവന്റെ സ്വഭാവം തീരെ ശരിയല്ലാത്തത് കൊണ്ടും ഇതും കൂടിയാകുമ്പോൾ ദേഷ്യം അടക്കാനാകാതെ ഡാനിയൽ റാഗ്നറിനെ അവന്റെ വീടിന് മുന്നിൽ വെച്ച് തല്ലുന്നു. അതുകണ്ട് ചോദ്യം ചെയ്യാൻ വരുന്ന റാഗ്നറിന്റെ അച്ഛനും ഡാനിയലും തമ്മിൽ അടിപിടിയാകുമ്പോൾ അവന്റെ അച്ഛൻ നിങ്ങൾക്കെല്ലാം എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഡാനിയലിന്റെ മുഖത്തൊരു ഭയങ്കര ഇടി വെച്ചു കൊടുക്കുന്നു. ഇടിയും കൊണ്ട് വീട്ടിൽ വന്ന ഡാനിയലിന് ലെയ്സി ഐസ് ബാഗ് എല്ലാം വെച്ച് സമാധാനിപ്പിക്കുമ്പോഴാണ് അവിടേക്ക് ദേഷ്യത്തിൽ ജെസ്സി വരുന്നത്. ജെസ്സിക്കാണെങ്കിൽ ഡാനിയൽ നേരത്തെ ചെയ്ത പ്രവൃത്തി കാരണം അയാളോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. അത് കണ്ട് അവരവിടെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് സാമിനെയും കൂട്ടി ക്യാരൻ വീട്ടിലേക്ക് വരുന്നത്. ക്യാരന്റെ മുഖത്തും സാമിനെ കുറിച്ചോർത്തുള്ള വിഷമം പ്രകടമായിരുന്നു. ഇതും കൂടിയായപ്പോൾ ലെയ്സി സകല നിയന്ത്രണവും വിട്ട് ഡാനിയലിനോട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. കാരണം സാമിന്റെ ദേഹത്തെ പാടുകളെല്ലാം കണ്ട ക്യാരൻ ലെയ്സിയോട് ഒരു കുറ്റവാളിയെ പോലെയാണ് പെരുമാറിയത്. ഒരു കുഞ്ഞിന്റെ ദേഹത്തുള്ള ഇത്തരം പാടുകൾ വീട്ടുകാരറിയാതെ വരില്ലല്ലോ എന്ന് തന്നെയാണ് ക്യാരനും ചിന്തിച്ചത്. സാം പറഞ്ഞത് ഇതെല്ലാം സാൻഡ്മാനാണ് ചെയ്തത് എന്നാണ്. ഇനി ഇതെല്ലാം ചെയ്തത് ഡാനിയലാണോ എന്നും നീയാണോ മോനെ ഉപദ്രവിച്ചതെന്നും ചോദിച്ച് ലെയ്സി ഡാനിയലിനോട് ചൂടാകുന്നു. ആരൊക്കെയോ ചേർന്ന് അവരുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും അധികം ബാധിക്കുന്നത് അവരുടെ കുട്ടികളെയാണ്. ഇതിനെല്ലാം ലെയ്സി കണ്ടെത്തിയ ഉത്തരം അംഗീകരിക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഡാനിയൽ തയ്യാറാകുന്നില്ല. എന്നാൽ അതിന് മറ്റൊരു ഉത്തരം കണ്ടെത്താൻ അയാൾക്ക് കഴിയുന്നുമില്ല. ഇതും പറഞ്ഞ് ഡാനിയലിനോട് ദേഷ്യപ്പെട്ട് ലെയ്സി പോകുന്നു. ഇതേ സമയം ജെസ്സി പൂളിൽ വെച്ച് സാമിനെന്താണ് സംഭവിച്ചതെന്ന് ഷെല്ലിക്ക് മെസ്സേജ് അയക്കുന്നു. അതിന് മറുപടിയായി അവൾ ചോദിക്കുന്നത് ഇന്ന് കാട്ടിൽ വെച്ച് നിനക്കെന്താണ് സംഭവിച്ചത് എന്നാണ്. മാത്രമല്ല റാഗ്നർ ഇപ്പോൾ ജെസ്സിയുടെ ഡാഡിക്ക് വട്ടായി എന്ന് എല്ലാവരോടും പറഞ്ഞു നടക്കുകയാണെന്നും അവൾ പറയുന്നു. ഇതിനുശേഷം നമ്മൾ ഡാനിയലിനെ കാണുമ്പോൾ അയാൾ ചെറിയൊരു മയക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ CCTV ദൃശ്യങ്ങളിൽ സാമിന്റെ മുറിയിലെ വീഡിയോ ഗ്ലിച്ചായി കൊണ്ടിരിക്കുകയാണ്. സമയം വെളുപ്പിന് 1 മണി കഴിഞ്ഞു. ഇതുകണ്ട് പാനിക്കായ ഡാനിയൽ ഉടനെ സാമിന്റെ മുറിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ സാം അവിടെ ഉറങ്ങുകയാണ്. അതുകണ്ട് സമാധാനിക്കുന്ന അയാൾ സാമിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുക്കപ്പെട്ട വിധത്തിൽ പേടിപ്പിക്കുന്ന മുഖമായിരുന്നു സാമിന്റേത്. അതുകണ്ട് പേടിച്ച് പിന്നിലേക്ക് പോകുന്ന ഡാനിയൽ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇപ്പോൾ കണ്ടതൊരു സ്വപ്നമാണെങ്കിലും അതവനെ ഒത്തിരി പേടിപ്പിച്ചു. ഉടനെ തന്നെ ഡാനിയൽ CCTV ഫൂട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ലെയ്സി നേരത്തെ കാണിച്ചു കൊടുത്ത ആ 2 ചിത്രങ്ങളെടുത്ത് അയാൾ നോക്കുന്നുമുണ്ട്. അതിലൊന്ന് സാം വരച്ചതായിരുന്നല്ലോ. അങ്ങനെ അവൻ കഴിഞ്ഞ ദിവസം ഗ്ലിച്ചായി പോയ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ സാം വരച്ചു പോലുള്ള ഒരു രൂപം കണ്ടവൻ ഞെട്ടുകയാണ്. അത് കണ്ടതിന് ശേഷം ഡാനിയൽ ലെയ്സിയുടെ അടുത്ത് ചെന്ന് കിടന്നിട്ട് പറയുന്നത് പണ്ടത്തെ കാര്യങ്ങളായിരുന്നു. അതായത് ജെസ്സി ജനിച്ച സമയത്ത് അവന് തീരെ സുഖമില്ലായിരുന്നു. ഇക്കാര്യം മുൻപേ ലെയ്സി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് ഡോക്ടർമാർക്ക് രോഗം കണ്ടുപിടിക്കാനായില്ല. അവർ പറഞ്ഞത് നേരമിരുട്ടി വെളുക്കും വരെ വെയിറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു. അതായിരുന്നു ഡാനിയലിന്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട രാത്രി. അന്നയാൾ തീർത്തും നിസ്സഹായനായി പോയി. രാവിലെ കുഞ്ഞിനെ ഉമ്മ വെക്കുമോ അതോ അടക്കം ചെയ്യുമോ എന്നറിയില്ലായിരുന്നു. എന്നാൽ ആ സംഭവത്തിന് ശേഷം എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ലെയ്സി ഉള്ളത് കൊണ്ട് അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഡാനിയൽ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ലെയ്സിയെ ഇക്കാര്യത്തിലും വിശ്വസിക്കാൻ തയ്യാറാണെന്നും ഡാനിയൽ സമ്മതിക്കുന്നു. അങ്ങനെ അവസാനം ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷിച്ചറിയാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന മിസ്റ്റർ പൊള്ളാഡ് എന്നൊരാളുടെ അടുത്തവരെത്തുന്നു. എന്നാൽ കുട്ടികളെ അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലായിരുന്നു. അവിടെ അയാളുടെ വീട്ടിൽ നിറയെ പേപ്പറുകളും ബുക്കുകളും എല്ലാം കാണാം. എല്ലാത്തിലുമുള്ള കാര്യങ്ങൾ ഈ ഏലിയൻസുമായി ബന്ധപ്പെട്ടവയാണ്. മാത്രമല്ല അവിടെ കുറച്ച് പൂച്ചകളെ കാണുന്ന ഡാനിയലിന് ഓരോ സംശയങ്ങൾ തോന്നുമ്പോൾ മിസ്റ്റർ പൊള്ളാഡ് പറയുന്നത് മുൻപ് അദ്ദേഹം സിറ്റിയുടെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ഏലിയൻസ് വന്നപ്പോഴേക്ക് പട്ടികൾ രാത്രി നല്ല കുരയായിരുന്നു. പട്ടികൾക്ക് അവരുടെ വരവറിയാം. രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് പട്ടികളെ അനുവദിക്കാത്ത ഈ ബിൽഡിങ്ങിലേക്ക് അയാൾ താമസം മാറിയത്. പൂച്ചകൾക്ക് അവരെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്തായാലും പൊള്ളാടിപ്പോൾ അവരുമായി പോരാടാറില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ദ ഗ്രേസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 3 തരം അന്യഗ്രഹ ജീവികളാണ് ഉള്ളത്.
ഗ്രേസ്, ഇൻസെറ്റോയിഡ്സ്, പിന്നെ റെപ്റ്റിലിയൻസ്. അതിന്റെ പിക്ചേഴ്സ് ഉള്ള പുസ്തകവും അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ ഏലിയൻസിൽ 10ൽ 9 തവണയും ആളുകൾ കാണുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്രേസിനെയാണ്. സത്യത്തിൽ മറ്റു 2 എണ്ണത്തിന്റെയും കാര്യത്തിൽ പൊള്ളാഡിന് സംശയവുമുണ്ട്, പ്രത്യേകിച്ച് റെപ്റ്റിലിയസിനെ കുറിച്ച്. അതൊക്കെ വിശ്വാസയോഗ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അതുകേട്ട് ആരായാലും സംശയിച്ചു പോകുമല്ലോ എന്ന് കളിയാക്കി ചിരിക്കുകയാണ് ഡാനിയൽ. അത് കണ്ട് മറ്റ് 2 പേരും അവനെ തുറിച്ചു നോക്കുന്നുമുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ഡാനിയലിന് പൂർണ്ണമായുള്ള വിശ്വാസം വന്നിട്ടില്ല എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഇവിടെ പൊള്ളാഡ് ആദ്യം ചെയ്യുന്നത് ശരിക്കും ഇവർ അന്യഗ്രഹ ജീവികളെ നേരിടുന്നുണ്ടോ എന്നറിയാനായി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതായിരുന്നു. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് വളരെ നിസ്സാരമായി ഡാനിയൽ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അടുത്തതായി ചോദിച്ച ചോദ്യങ്ങളെല്ലാം കേട്ട് അതേ ഡാനിയൽ തന്നെ അമ്പരന്നു. പിന്നീടൊരു നല്ല കുട്ടിയെ പോലെ അടങ്ങിയിരുന്നു വളരെ ശ്രദ്ധിച്ചവൻ ഉത്തരം കൊടുക്കാൻ തുടങ്ങി. കാരണം മിസ്റ്റർ പൊള്ളാഡ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഡാനിയലിന്റെ വീട്ടിൽ ഓരോരുത്തർക്കും സംഭവിച്ച കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം കേട്ട് ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് ഡാനിയൽ ആശ്ചര്യപ്പെടുന്നു. ഇതിനുത്തരമായി പൊള്ളാഡ് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്നും മറ്റു ചിലരും ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു. ആക്ച്വലി ഇതുപോലെ പലരും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഗ്രേസ് ആയാലും മറ്റെന്തായാലും അവർ എങ്ങനെയാണ് ഓരോ കുടുംബങ്ങളെയും തിരഞ്ഞെടുക്കുന്നതെന്നും ലേസി അടക്കമുള്ള ഇത് ബാധിക്കപ്പെട്ടവർക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്നും ലേസി ചോദിക്കുമ്പോൾ പൊള്ളാഡ് പറയുന്നത് മറ്റെന്തെങ്കിലും ഉത്തരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ സോറി എന്നാണ്. കാരണം ഇവർക്ക് യാതൊരു പ്രത്യേകതയുമില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറമാണ്. ഇതേ കാര്യങ്ങൾ അനുഭവിച്ച ആയിരക്കണക്കിന് പേരെ ഇദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ടുമുണ്ട്. അവരെല്ലാം പലയിടങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. എന്നാൽ എല്ലാവർക്കും പൊതുവായുണ്ടായിരുന്ന ഒരേയൊരു കാര്യം അതുകാരണം അവരുടെ ജീവിതം ഒരു നരകമായി തീർന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ കോലാഹലത്തോടെ നമ്മുടെ ഗ്രഹത്തിൽ കടന്നു കയറുന്ന ജീവികളായിട്ടാണ് എല്ലാവരും ഏലിയൻസിനെ കരുതാറ്. എന്നാലത് അങ്ങനെയല്ല. അവർ കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴായിരുന്നു അതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അവർ ഇവിടെയുണ്ട്. ആക്ച്വലി അവർ ഇവിടെ ഉണ്ടായിരുന്നു. ഗ്രേസിന്റെ സാന്നിധ്യം ഇപ്പോൾ മരണം പോലെ സത്യമാണ്. ഇതെല്ലാം പൊള്ളാഡ് പറയുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് ഡാനിയലിന് മനസ്സിലാവുന്നത്. അവർ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഡാനിയൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഏലിയൻസ് ഇപ്പോൾ മനുഷ്യരെ പഠിക്കുകയും പരീക്ഷണം നടത്തുകയും ചെയ്യുകയാണെന്നാണ്. മാത്രമല്ല അവർ നമ്മുടെ ഭയത്തെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു കുട്ടിക്കളി പോലെയാകും തുടങ്ങുക. നമ്മൾ ലേസിയുടെ വീട്ടിൽ കണ്ട പോലെ കിച്ചണിൽ എന്തെങ്കിലും ഒപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ വാനിഷാക്കുക. എന്താണെന്നറിയുന്നതിന് മുമ്പേ ഒരു ദുസ്വപ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടാകും. ഇതെല്ലാം പൊള്ളാഡ് പറയുമ്പോൾ ഡാനിയലിന്റെ പേടി കൂടി വന്നു. ഒടുവിൽ അദ്ദേഹം പറയുന്നത് അവർ ഇതിനിടയിൽ നിങ്ങളിൽ ഇംപ്ലാന്റും വെച്ചിരിക്കുമെന്നായിരുന്നു. അതെന്താണെന്ന് ലേസി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇംപ്ലാന്റുകൾ ഉപയോഗിച്ചാണ് അവർ നിങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു. അത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യിക്കുമെന്നും ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നതായി തോന്നിക്കുമെന്നും കേൾക്കുന്ന ലേസി ഡാനിയലിന്റെ ചെവിയുടെ പിന്നിലുള്ള വ്രണം പോലുള്ള പാട് അദ്ദേഹത്തിന് കാണിക്കുന്നു. അവിടെ ഇപ്പോൾ തൊലി ചുവന്ന് തടിച്ചിട്ടുണ്ട്. അതെന്തോ കടിച്ചതാണെന്നാണ് ഡാനിയലിന്റെ വിശ്വാസം. ആക്ച്വലി ഈ ഗ്രേസ് എല്ലാം മറച്ചാണ് ചെയ്യാറ്. അവർ നമ്മളെ ഓരോരുത്തരെയും വിശ്വസിപ്പിക്കും. ഇംപ്ലാന്റുകൾ സാധാരണ സംഭവത്തെ പോലെ തോന്നിപ്പിക്കും. ഭൂരിഭാഗം പേർക്കും അവരിൽ അതുണ്ടെന്ന് പോലും അറിയില്ല. എന്നാൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല എന്ന ചോദ്യത്തിന് പറ്റില്ല എന്നാണ് പൊള്ളാഡ് മറുപടി കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തന്റെ ചെവിയുടെ പുറകിലുള്ള പാടുകൾ കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ഓരോ തവണ റിമൂവ് ചെയ്യാൻ നോക്കുമ്പോഴും അത് കൂടുതൽ ഉള്ളിലേക്ക് പോവുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ലേസിയുടെ പ്രതീക്ഷകളും പോയി തുടങ്ങി. ഇപ്പോൾ ഡാനിയൽ പറയുന്നത് ഇതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഈ നാട്ടിൽ നിന്ന് പോകുമെന്നാണ്. എന്നാൽ അത് തികച്ചും മണ്ടത്തരമാണ്. കാരണം ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾ പിന്നിട്ടാണ് അവർ ഇവിടെ എത്തിയത്. നമ്മൾ എവിടെ പോയി ഒളിച്ചാലും അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ സാധിക്കും. മാത്രമല്ല അവർ ഒരു ഫാമിലിയെ നോട്ടമിട്ടാൽ അതിലൊരാളെ അവർ കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം ഡാനിയലിനോട് പറയുന്നത്. ലേസി അപ്പോൾ അവിടെയുള്ള മറ്റൊരു മുറി കണ്ട് അതിനുള്ളിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. അവിടെ കാണാതായ കുറേയേറെ കുട്ടികളുടെ ചിത്രം നോക്കി അവൾ വിഷമിച്ച് പേടിച്ച് നിൽക്കുമ്പോഴാണ് പൊള്ളാഡ് ആ കാര്യം ഡാനിയലിനോട് പറയുന്നത്. അതായത് ഇവരുടെ വീട്ടിൽ ഗ്രേസ് ആദ്യമായി താല്പര്യം കാണിക്കുന്ന അംഗത്തെയായിരിക്കും അവർ ആദ്യം തട്ടിയെടുക്കുന്നത്. ഡാനിയലിന്റെ വീട്ടിൽ അത് സാമായതുകൊണ്ട് അവനാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്നവൻ ഭയക്കുന്നു. തന്റെ കുഞ്ഞിനെ അവർ തട്ടിയെടുക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന അവരുടെ സംശയത്തിന് പൊള്ളാഡ് പറയുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുടുംബം ഒരുമിച്ച് നിന്നവരെ ചെറുത്തു നിൽക്കുക എന്നതാണ്. അപ്പോൾ
അപ്പോ അവർ അടുത്തയാളെ തേടി പോകും. മുമ്പ് ചില കേസുകളിൽ ഇത് വർക്കായിട്ടുണ്ടെന്നും അവർ തട്ടിയെടുത്തവരിൽ ചിലർ മടങ്ങി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇനി അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഡാനിയൽ ചിലത് മനസ്സിൽ കണക്കുകൂട്ടുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ പോലീസിൽ കാര്യം പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. മാത്രമല്ല ഡാനിയേലിനെയും ലെയ്സിയെയുമായിരിക്കും അവരാദ്യം സംശയിക്കുക. ഇതും പറഞ്ഞ് അവർ തമ്മിൽ ചെറിയ തർക്കമുണ്ടാകുമ്പോൾ ഡാനിയേൽ അവളെ ആശ്വസിപ്പിക്കുന്നു. ശേഷം ഡാനിയേൽ ഒരു ഗൺ സംഘടിപ്പിക്കാനായി ഒരാളെ കാണുന്നു. ലെയ്സിയാണെങ്കിൽ ഒരു ഡോഗിനെ വാങ്ങാൻ ജെസ്സിയുമായി പോകുന്നു. കാരണം ഗ്രേസ് വരുമ്പോൾ നായകൾക്ക് അതിന്റെ വരവറിയാൻ സാധിക്കുമല്ലോ. ഡാനിയേലിന് ഡോഗ്സ് അലർജി ആയതുകൊണ്ട് അതിനെ വാങ്ങണോ എന്ന് ജെസ്സി ചോദിക്കുന്നുണ്ടെങ്കിലും ലെയ്സി അവനോട് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ അവർ ആക്രമണ സ്വഭാവമുള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ അവിടെ നിന്നും വാങ്ങുന്നു. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ജെസ്സി കാണുന്നത് വീട്ടിലെ ജനലകളിൽ പലകയടിക്കുന്ന ഡാനിയലിനെയാണ്. കൂടെ സഹായിക്കാനായി സാമുമുണ്ട്. സാൻഡ്മാൻ കടക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് സാം വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു. ശേഷം വീട്ടിലൊരു ഡോഗിനെ വാങ്ങി എന്നറിയുമ്പോൾ സാം ഒത്തിരി ഹാപ്പിയായി ഡോഗിനെ കാണാനായി ഓടുന്നു. എന്നാൽ ഈ ചെയ്യുന്നതെല്ലാം ഭ്രാന്താണെന്ന ദേഷ്യത്തിൽ ജെസ്സി സൈക്കിളും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഡാനിയൽ കാര്യങ്ങൾ സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ ജെസ്സി ഇപ്പോഴും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ റാറ്റ്നറിന്റെ അച്ഛനെ തല്ലിയതിന്റെ ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാനിയലിനോട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് ജെസ്സി അവിടെ നിന്ന് ഇറങ്ങുന്നു. അവൻ നേരെ ചെല്ലുന്നത് ലെയ്സി വിൽക്കാനായി ശ്രമിക്കുന്ന ആ വീട്ടിലേക്കാണ്. അവിടെ ഷെല്ലി അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ അവൾ അവനെയും വിശ്വസിക്കുന്നത് കൊണ്ട് ജെസ്സിയെ സമാധാനിപ്പിക്കുന്നു. ആക്ച്വലി ഈ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ജെസ്സിക്കും ധാരണയുണ്ട്. അത് പുറത്തു പറഞ്ഞാൽ ആളുകൾ വട്ടാണെന്ന് പറയും എന്നറിവുള്ളത് കൊണ്ടാണ് അവൻ ആരോടും ഓപ്പൺ അപ്പ് ആവാത്തത്. പക്ഷേ ഷെല്ലി ജെസ്സിക്കൊരു ആശ്വാസവും താങ്ങുമാണ്. അവൾ അവനെ ജഡ്ജ് ചെയ്യാതെ എല്ലാം മനസ്സിലാക്കി പെരുമാറുമ്പോൾ അവൻ കുറച്ച് സമാധാനിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സാമിനെ കാണുമ്പോൾ ലെയ്സി അവനോട് ചില കാര്യങ്ങൾ പ്രോമിസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അതായത് ഇന്ന് രാത്രി സാൻഡ്മാൻ വന്ന് എന്താവശ്യപ്പെട്ടാലും അത് കേൾക്കാനോ ചെയ്യാനോ ശ്രമിക്കരുത്. ഇക്കാര്യം സാം ലെയ്സിക്ക് പ്രോമിസ് ചെയ്യുമ്പോൾ അവൻ ചോദിക്കുന്നത് സാം സാൻഡ്മാന് കണ്ണുകൊടുത്താൽ അവൻ നമ്മളെ വെറുതെ വിടുമോ എന്നായിരുന്നു. എന്നാൽ നമ്മൾ അവന് ഒന്നും കൊടുക്കരുതെന്നും പേടിക്കേണ്ട എന്നും ലെയ്സി സാമിനെ ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ജെസ്സി അച്ഛനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അതിനെ നേരിടണമെന്ന് അവർ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ സാമിനെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നും ഡാനിയൽ ജെസ്സിയോട് പറയുന്നു. അങ്ങനെ രാത്രിയാകുമ്പോൾ ഡാനിയലും കുടുംബവും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുന്നു. പുറത്ത് വെടിക്കെട്ടിന്റെയും പടക്കങ്ങളുടെയും ശബ്ദം കേൾക്കുമ്പോൾ ഇവർ ടിവിയിൽ ആഘോഷങ്ങൾ കാണുകയാണ്. ഇന്ന് ജൂലൈ 4 അവിടെയുള്ളവർ ആഘോഷിക്കുന്ന ഒരു പ്രത്യേക ദിവസം. എന്നാൽ ഡാനിയലും കുടുംബവും ഈ ഒരു ദിവസം പേടിച്ച് വിഷമിച്ച് അടുത്തതായി എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാതെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തെ സങ്കടം കാണുമ്പോൾ ഡാനിയൽ കുട്ടികളുടെ ആദ്യത്തെ ജൂലൈ 4 സെലിബ്രേറ്റ് ചെയ്തതിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ എല്ലാ മുഖത്ത് ചെറിയ സന്തോഷം പ്രകടമാകുന്നുണ്ട്. അങ്ങനെ അവർ കാരണങ്ങൾ കണ്ടെത്തി ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ടിവിയിൽ വിഷ്വൽസ് എല്ലാം മായാൻ തുടങ്ങി. ഗ്രേസിന്റെ വരവറിയിക്കുന്നത് പോലെ അവരുടെ ഡോഗും ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് നിൽക്കാമെന്ന് ജെസ്സി പറയുന്നുണ്ടെങ്കിലും കുട്ടികളെയും ലെയ്സിയെയും മുകളിലെ മുറിയിലേക്ക് പറഞ്ഞുവിട്ട് ഡാനിയൽ ഒറ്റയ്ക്ക് തോക്കുമായി അവിടെ തന്നെ നിൽക്കുന്നു. കുട്ടികളെ രണ്ടുപേരെയും ഒരു മുറിയിലാക്കി കഥകടച്ച ശേഷം എന്തിനും തയ്യാറായി ലെയ്സി പുറത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് അടുത്ത മുറിയിൽ എന്തോ ശബ്ദം കേൾക്കുന്ന ലെയ്സി മുന്നോട്ട് നീങ്ങുമ്പോൾ അവളുടെ പിറകിൽ ഒരു ഏലിയന്റെ രൂപം, അതായത് ഗ്രേ, നടക്കുന്നതായി നമുക്ക് കാണാം. അവൾ പതിയെ ആ മുറിയിലേക്ക് കയറുമ്പോൾ ഒരു പാട്ട് കേൾക്കുന്നത് പോലെ, എന്നാൽ മുറിയിലുള്ള ടിവി വിഷ്വൽസ് എല്ലാം ഗ്ലിച്ചാകുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ മുറിക്കകത്താകുമ്പോൾ ആ മുറിയുടെ ഡോർ താനെ അടയുന്നു. അതുകണ്ടവൾ ഡാനിയലിനെ വിളിച്ച് ഉറക്കെ കരയുമ്പോൾ ഇവിടെ അവരുടെ ഡോഗ് നിർത്താതെ കുരക്കുകയാണ്. ആ തോക്കും ചൂണ്ടി ഡാനിയൽ നിൽക്കുമ്പോൾ നേരത്തെ പലക വെച്ചടച്ച ഡോറിലെ സ്ക്രൂ എല്ലാം താനെ ഊരി ആ ഡോർ പൊളിച്ച് വലിയൊരു വെളിച്ചം വരുന്നു. ലക്ഷ്യമില്ലാതെ അലറിക്കൊണ്ട് ഡാനിയൽ മുന്നിലേക്ക് വെടിവെക്കുന്നുണ്ട്. ശേഷം സാമും ജെസ്സിയുമുള്ള റൂമിന്റെ ഡോർ ആരോ തുറക്കാൻ ശ്രമിക്കുന്ന പോലെ വെളിച്ചം പതിയെ വരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നന്നായി പേടിച്ച് ഒച്ച വയ്ക്കുമ്പോൾ ഭാഗ്യത്തിന് അത് ഡാനിയൽ തന്നെയായിരുന്നു. അവൻ കുട്ടികളെയും കൂട്ടി ലെയ്സി അകപ്പെട്ട മുറിയിൽ ചെന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. അവർ 4 പേരും പേടിച്ച് വിറച്ച് എല്ലായിടത്തേക്കും നോക്കിയിരിക്കുമ്പോൾ ആ ടിവിയുടെ മുൻപിലായി ഗ്രേസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതുകണ്ട് ലെയ്സി ഒച്ച വയ്ക്കുമ്പോൾ ഡാനിയൽ ഗണ്ണെടുത്ത് അവരെ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജെസ്സി നോക്കുമ്പോൾ കാണുന്നത് മമ്മി എന്ന് വിളിച്ചു ഓടുന്ന സാമിനെയാണ്. എന്ത് വില കൊടുത്തും അവനെ രക്ഷിക്കണമെന്ന് ചിന്തയുള്ള ജെസ്സി സാമിന്റെ പുറകെ ഓടുന്നു. എന്നാൽ താഴത്തെ നിലയിൽ എത്തുമ്പോൾ ആ സ്ഥലമെല്ലാം മാറി ജെസ്സി എപ്പോഴും പോകാറുള്ള ലെയ്സി വിൽക്കാൻ ശ്രമിക്കുന്ന വീട്ടിലെത്തപ്പെട്ട പോലെ അവന് തോന്നുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവൻ അവിടെ നടക്കുമ്പോൾ അവൻ കാണുന്നത്
രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവന്റെ അമ്മയെയും തോക്കും പിടിച്ചിരിക്കുന്ന അച്ഛനെയുമാണ്. ചുറ്റുപാടെല്ലാം നിറയെ രക്തം മാത്രം. ശേഷം ജെസിയോട് എല്ലാം നശിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് ഡാനിയേൽ സ്വയം ഷൂട്ട് ചെയ്യുന്നു. അതുകണ്ട് പേടിച്ച് പുറകോട്ട് നടക്കുന്ന ജെസി പെട്ടെന്ന് സാമിനെ കാണുന്നു. സാം അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ജെസി എത്തുന്നത് ഒരു മുറിയുടെ മുന്നിലാണ്. അവിടെ എത്തുമ്പോൾ പണ്ട് റാറ്റ്നറിന്റെ കൂടെയിരുന്ന് ജെസി കണ്ട വീഡിയോയുടെ ശബ്ദം അവന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മുറി തുറക്കുമ്പോൾ റാറ്റ്നറും ഷെല്ലിയും അവിടെ ഇരുന്ന് വീഡിയോ കാണുന്നു. അവർ അവനോട് കൂടെയിരിക്കാൻ പറയുമ്പോൾ ചുറ്റിനും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പേടിച്ചു നിൽക്കുകയാണ് ജെസി. പെട്ടെന്ന് സാമിന്റെ ചിരി കേൾക്കുന്ന ജെസി തിരിഞ്ഞു നോക്കുമ്പോൾ സാം അവിടെ പുറംതിരിഞ്ഞിരിക്കുകയായിരുന്നു. സാം എന്ന് വിളിച്ചവൻ അടുത്തേക്ക് ചെന്ന് തൊടാൻ പോകുമ്പോൾ ജെസി എന്ന് ഡാനിയേൽ ഉറക്കെ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന ജെസി കാണുന്നത് അവന്റെ മുഴുവൻ കുടുംബത്തെയുമായിരുന്നു. അവർക്കൊന്നും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എന്നാൽ അവരുടെ കണ്ണിലെ ഭയം കാണുന്ന ജെസിയുടെ മുന്നിൽ ആ ഗ്രേസ് നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ കുടുംബത്തിന് മുന്നിൽ വെച്ച് തന്നെ ഒരു വലിയ ശബ്ദത്തോടെയും പ്രകാശത്തോടെയും കൂടി ഗ്രേസ് ജെസിയെ അവിടെ നിന്ന് സ്വന്തമാക്കി. ഇതിനുശേഷം പത്രത്തിൽ വന്ന ന്യൂസ് കുട്ടിയുടെ തിരോധാനത്തിൽ മാതാപിതാക്കളെ സംശയമെന്നായിരുന്നു. അതിൽ നമ്മുടെ ജെസിയുടെ ഫോട്ടോയും കാണാം. ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് മിസ്റ്റർ പൊള്ളാർഡ് അയാളുടെ കളക്ഷൻസിൽ ചേർക്കുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ സാം ആയിരുന്നില്ല ഏലിയൻസിന്റെ ലക്ഷ്യം, മറിച്ചത് ജെസിയായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷവും ഡാനിയേലും ലെസിയും മകന്റെ കേസുമായി മുന്നോട്ടു പോവുകയാണ്. ജെസിയെ കണ്ടെത്താനായി ഇത്തരം കേസുകളുടെ വിവരങ്ങൾ അവരും ശേഖരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സ്വന്തം സഹോദരനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ തന്നെയാണ് സാമും. സാമിന് വേണ്ടി ലെയ്സി കുറച്ച് ടോയ്സ് കൊണ്ടുവരുമ്പോൾ അതിലുള്ള ജെസിയുടെ ഫോട്ടോസ് എല്ലാം കണ്ട് ലെയ്സിക്ക് സങ്കടം വരുന്നുണ്ട്. അതിനിടയിൽ ജെസി ചെറുപ്പത്തിൽ വരച്ച ചിത്രങ്ങൾ കാണുന്ന ലെയ്സി ഷോക്കാകുന്നു. കാരണം അത് മുൻപ് സാം വരച്ച പോലെ തന്നെ ഏലിയൻ രൂപങ്ങളുടെ ചിത്രങ്ങളായിരുന്നു. അപ്പോഴാണ് ലെയ്സി ചെറുപ്പത്തിൽ ജെസിക്കുണ്ടായിരുന്ന അസുഖങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. മിസ്റ്റർ പൊള്ളാർഡ് പറഞ്ഞ പോലെ ഗ്രേസ് വരുമ്പോഴുള്ള സൂചനകളായിരുന്നു അതെന്ന് ലെയ്സി ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലാകുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജെസിയെ ഗ്രേസ് നോട്ടമിട്ടിരുന്നു. അന്ന് നടന്ന സംഭവങ്ങളൊന്നും അതിന്റെ സൂചനകളാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പൊള്ളാർഡ് പറഞ്ഞ പോലെ ഗ്രേസ് എപ്പോഴും ആദ്യം നോട്ടമിട്ട കുടുംബാംഗത്തെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇവരുടെ കാര്യത്തിൽ അത് സാമാണെന്നവർ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ സാമിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ജെസി അടക്കം എല്ലാവരും ശ്രമിച്ചത്. ഇതിനിടയിൽ അവരെ എല്ലാവരെയും കബളിപ്പിച്ച് ഗ്രേസ് അവർ ലക്ഷ്യം വെച്ചിരുന്ന ജെസിയെ തന്നെ കൊണ്ടുപോയി. ഇക്കാര്യം നമ്മളും ലെയ്സിയും ഒരേപോലെ മനസ്സിലാക്കുമ്പോൾ ടോയ്സിനിടയിൽ നിന്ന് കുട്ടികളുടെ വാക്കി ടോക്കിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. കഥയുടെ തുടക്കം മുതൽ സാമും ജെസിയും വാക്കി ടോക്കിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണല്ലോ. ഇപ്പോൾ വാക്കി ടോക്കി എടുത്ത് സാം സംസാരിക്കുമ്പോൾ അപ്പുറത്ത് ആദ്യം മനസ്സിലാകാത്ത പോലെ നോയ്സ് വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സാം എന്നൊരു വിളി കേൾക്കുന്നു. ആ ശബ്ദം ജെസിയുടേതായിരുന്നു. അത് കേട്ട് ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും ഇരിക്കുന്ന ജെസിയെ കാണിച്ചുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട മകൻ ജെസിയെ തിരിച്ചു കിട്ടുമെന്ന സൂചന നൽകിക്കൊണ്ട് ഈ ഒരു സ്കൈഫൈ ത്രില്ലർ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും ഇതുപോലൊരു ഏലിയൻ ഇൻവേഷൻ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്ക് ചിന്തിച്ചു പോലും നോക്കാൻ വയ്യ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അമാനുഷികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കഥ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.